ബഹുമാനപ്പെട്ട വിചാരിച്ച വചനപ്രഘോഷണത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, മറ്റ് സഹോദരങ്ങളെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ദേവാലയം കേന്ദ്രമാക്കി ദൈവവചനം കൂടുതലായിട്ട് ശ്രവിക്കാനായിട്ട് പരിശ്രമിക്കുകയും അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നല്ലോ. ഞാൻ പഴയ നിയമത്തിലെ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ. അതിലൊന്നാമത്തേത് ആദത്തിൻ്റെയും ഹവ്വായുടെയും ചരിത്രം, രണ്ടാമത്തേത് ഖായീൻ്റെയും ആബേലിൻ്റെയും ചരിത്രം, മൂന്നാമത്തേത് നോഹയും ജലപ്രളയവും, നാലാമത്തേത് ബാബേലിലെ ഗോപുരം, ടവർ ഓഫ് ബാബേൽ. ഞാനിതിലേറ്റവും അവസാനത്തെ 4-ാമത്തെ ടവർ ഓഫ് ബാബേൽ ഗോപുരത്തെക്കുറിച്ച് 1-2 ചെറിയ ആത്മീയ ചിന്തകൾ മാത്രമാണ് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലെ വിവരണമാണത്. 11-ാം അധ്യായത്തിൽ ആദ്യത്തെ 9 തിരുവചനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും എന്നാൽ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ടതുമായ ഒരു കഥാ സംഭവം നമ്മളൊക്കെ പലതവണ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. ഇന്നും പരിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ചത്തെ ആദ്യത്തെ വായന ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് ആയിരുന്നല്ലോ. ബാബേൽ ഗോപുരം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ നമുക്ക് ഏതവസരത്തിലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വന്നേക്കാം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ വീട്ടിനുള്ളിലും മലയാളം സംസാരിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പരസ്പരം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ ഭാഷയും നമ്മളുടെ ശരീരഭാഷയും നമ്മളുടെ ചേഷ്ടകളും എല്ലാം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, കുടുംബ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാകുന്ന ഒരു ഭാഷ, അത് സംസാരിക്കുന്ന ആ ഭാഷ മാത്രമല്ലല്ലോ, നമ്മളുടെ പ്രവർത്തന ശൈലിയോട് എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ ബാബേൽ ഗോപുരത്തിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത, വലിയൊരു നിർമ്മാണം നടത്തണം, സ്വർഗം വരെ എത്തുന്ന ഒരു ഗോപുരം പണിയണം. അങ്ങനെ പണിയുന്നത് വഴി നമുക്കൊരു സൽപ്പേര് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഒക്കെ അവർ വിചാരിച്ച് ചിന്തിച്ച് മുൻപോട്ട് ഇറങ്ങിയതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇഷ്ടിക എന്നുള്ള വാക്കുപോലും ലോകത്തിൽ ഉണ്ടാകുന്നതും കേൾക്കുന്നതുമൊക്കെ ഈ ബാബേൽ ഗോപുരത്തിൻ്റെ പണിയോട് ബന്ധപ്പെട്ടാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു പരാജയം, അവർക്ക് അതിൻ്റെ ബിൽഡേഴ്സ് ആകാനായിട്ട്, അതിൻ്റെ നിർമ്മാതാക്കൾ ആകാനായിട്ട് അവർക്ക് സാധിക്കാണ്ട് പോവുകയാണ്. വലിയൊരു നിർമ്മാണം നമുക്ക് നടത്തണം, ബാബേൽ ഗോപുരത്തിൻ്റെ ബിൽഡേഴ്സായിട്ട് നമുക്ക് മാറണം എന്ന് കരുതി പ്രയത്നിച്ച് അവർ മുമ്പോട്ട് ഇറങ്ങിയെങ്കിലും അവർക്കതിൻ്റെ ബിൽഡേഴ്സാകാനായിട്ട്, നിർമ്മാതാക്കളാകാനായിട്ട് പറ്റാതെ പോകുന്നു. നേരെ വിപരീതമായിട്ടുള്ള സ്കാറ്ററിങ്, ചിതറിക്കപ്പെടൽ, മനസ്സിലാകാതെ നിൽക്കുന്ന അവസരം. ഇഷ്ടിക എടുക്കാൻ പറയുമ്പോൾ സിമെൻറ്റ് കൊടുക്കുന്നു, വെള്ളം തരാൻ പറയുമ്പോൾ ഇഷ്ടിക കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ആ പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരു വീട്ടിനുള്ളിൽ സ്നേഹം കുറഞ്ഞ് അപ്പനും അമ്മയും സംസാരിക്കാതിരിക്കുമ്പോൾ
മക്കളോട് ഇഷ്ടമില്ലാതെ പെരുമാറുമ്പോഴൊക്കെ സംഭവിക്കുന്നു ഇത് തന്നെയാണ്. നമ്മളുടെ ആ ബിൽഡിംഗ് അപ്പ്, നല്ല ഒരു നിർമ്മാണം നമുക്ക് നടത്താൻ പറ്റാതെ പോകുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഓരോ വ്യക്തിയും ഓരോ ദിവസവും 2 നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന് സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു പട്ടണം പണിയണം എന്നുള്ളൊരാഗ്രഹം, നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം, നല്ല രീതിയിൽ എൻ്റെ മക്കളെ വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം. അത് സിറ്റി ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ പട്ടണം പണിയാനുള്ള ആഗ്രഹമാണ്. അതോട് ചേർന്ന് സിറ്റി ഓഫ് മാൻ, മനുഷ്യൻ്റെ പട്ടണം, ദൈവത്തെ കൂടാതെ നിർമ്മിക്കുന്നതാണ് മനുഷ്യൻ്റെ പട്ടണം. എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടി ബാബേലുകാർ ആഗ്രഹിച്ചതാണ്, നമുക്കൊരു സൽപ്പേര് ഉണ്ടാക്കിയെടുക്കണം. അതാണ് സിറ്റി ഓഫ് മാൻ. പലപ്പോഴും നമ്മൾ ഈ ദൈവത്തിൻ്റെ പട്ടണം പണിയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും പണിതു വരുമ്പോൾ അത് സിറ്റി ഓഫ് മാൻ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ ഒക്കെ മാത്രമായിട്ട് പരിമിതപ്പെട്ട് ഒതുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബാബേൽ ഗോപുരം നമുക്ക് നൽകുന്ന സന്ദേശം ആധ്യാത്മിക പിതാക്കന്മാർ പറയാറുണ്ട്, അത് പന്തക്കുസ്തായിക്ക് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. പന്തക്കുസ്തായിൽ എല്ലാവരെയും കൊണ്ടുവന്ന് ഒന്നിപ്പിച്ചു. ശ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏക മനസ്സോടെ ഒറ്റ വീട്ടിൽ കഴിയുന്നത് പോലെ, അതാണ് പന്തക്കുസ്ത. അതിന് വിപരീതമായിട്ടുള്ള ഒരു ചിതറിക്കപ്പെടൽ, ക്രമം തെറ്റുക, ഓർഡറിൽ വന്ന വ്യത്യാസം. നമ്മൾ കുർബാന ചൊല്ലുന്ന പുസ്തകത്തിന് തക്സ എന്നാണല്ലോ പറയുന്നത്, ഓർഡർ. അതിനൊരു ക്രമമുണ്ട്. അത് നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളിടത്ത് തുടങ്ങി ഇഷ്ടമുള്ളിടത്ത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. കുർബാന ക്രമം, തക്സ എന്ന് പറയുന്നത് ഒരു ഓർഡറാണ്. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ ഒക്കെയുള്ളൂ. ബാബേലിൽ സംഭവിച്ചത് അവരുടെ ഈ ഓർഡർ തെറ്റിപ്പോയി. അവർക്ക് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായിട്ട് ജീവിക്കാൻ സാധിക്കാതെ പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന റോമൻ ക്യൂരിയായിലെ അംഗങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുമ്പോഴും ചിലപ്പോഴെങ്കിലും നിങ്ങളിലൊരു ഡിസോർഡർ, നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാകാത്തതുപോലെ, സ്നേഹം കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഈ അടുത്ത നാളിൽ അവരോട് പറയുകയുണ്ടായി. അതൊരു ഡിസോർഡറാണ്. നമ്മൾ പട്ടം കൊടുക്കുന്നതിന് ഓർഡിനേഷൻ എന്നാണല്ലോ പറയുന്നത്. നമ്മളൊരു വ്യക്തിക്ക് ഒരു ക്രമം, ദൈവം നിശ്ചയിച്ച ഒരു ഓർഡർ കൊടുക്കുന്നതാണ് ഓർഡിനേഷൻ. ഒരു കുർബാന ചൊല്ലുന്നത് തക്സ ഉപയോഗിച്ചാണ്, ഓർഡറുള്ള ഒരു ക്രമം, ഒരു പുസ്തകം ഉപയോഗിച്ചാണ്. ഒരു കെട്ടിടം പണിയുമ്പോഴും അതിന് ഈ പറഞ്ഞ ഓർഡർ, അതിൻ്റെ ആർക്കിടെക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് പണിത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അവർക്ക് സ്വർഗം വരെ എത്തുന്ന വലിയൊരു ഗോപുരം അവരാഗ്രഹിച്ചെങ്കിലും അവർ സ്വർഗത്തിലൊന്നും അവർക്ക് അടിക്കാൻ പോലും പറ്റുകയില്ല. അവരുടെ മനസ്സിനെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്, സ്വർഗം വരെ എത്തുന്ന ആ ഗോപുരത്തിൽ അതൊന്ന് കാണാൻ ദൈവം താഴോട്ട് ഇറങ്ങി വന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അവരുടെ ആ പരാജയമുണ്ട്. സ്വർഗത്തിലേക്ക് എത്തുന്നത് ഞാൻ ആ തിരുവചനം വായിക്കുന്ന അവസരത്തിലൊക്കെ മനസ്സിലോർത്തിട്ടുണ്ട്. സ്വർഗം വരെ എത്തുന്നത് നമ്മളുടെ ഇതുപോലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള പണി കൊണ്ടല്ല, സാങ്കേതിക വിദ്യ കൊണ്ട് സ്വർഗം വരെ എത്തുന്ന ഒരു ഗോപുരം പണിയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പക്ഷേ നമുക്ക് ധാർമ്മികമായിട്ടുള്ള നിലപാടുകളിലൂടെ, ആത്മീയമായിട്ടുള്ള ചിന്തകളിലൂടെ, ദൈവവചനം പഠിച്ച് മനസ്സിന് സ്വസ്ഥത വരുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നല്ലതുപോലെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് സ്വർഗം വരെ എത്താം. ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. ദൈവത്തോടുള്ള വലിയൊരു അടുപ്പം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ഈ സാങ്കേതിക വിദ്യയിലൂടെ, നമ്മൾ പണിതുകൂട്ടുന്ന ഗോപുരങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് എത്താനായിട്ട് സാധ്യമല്ല. നമുക്ക് സ്വർഗം വരെ എത്തിക്കേണ്ടത് നമ്മളുടെ മനസ്സാണ്. നമ്മളുടെ മനസ്സിൽ നല്ല ദൈവവചനം വേര് പിടിക്കുമ്പോൾ, ആ വചന വ്യാഖ്യാനം നമ്മൾ കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സ്വർഗം വരെ നിങ്ങളുടെ മനസ്സുകൾ എത്തണം. അതിൻ്റെ കാരണം
ദൈവവചനം കേൾക്കുന്നത് കൊണ്ടാണ്, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. ബാബേൽ ഗോപുരം നമുക്ക് നൽകുന്ന ചിന്തയും അതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഡിസോർഡറുകളെല്ലാം മാറ്റി എടുക്കാനായിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ആത്മീയമായിട്ടുള്ള യാത്ര, ആത്മീയമായിട്ടുള്ള ഒരു നിർമ്മാണം നമ്മൾ നടത്തണം. ഈ ഗ്രാൻഡ് മിഷനിലൂടെയും ഈ ദിവസങ്ങളിലെ നമ്മളുടെ പ്രസംഗ പരമ്പരകളിലൂടെയും എല്ലാം നമ്മൾ കാണുന്നതും അതാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ വന്നു ഭവിച്ചിട്ടുള്ളൊരു പരാജയം, ആദത്തിനും ഹവ്വായിക്കും പറുദീസ നഷ്ടമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് സ്വർഗം വരെ എത്താനായിട്ട് സാധിക്കാണ്ട് പോകുന്നു. കായേന് വെറും ഒരു അലഞ്ഞു തിരിയുന്നവനായിട്ട് അവൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞപ്പോൾ അവൻ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നവനായിട്ട് നീ അങ്ങനെ നടക്കും എന്ന് ദൈവം പറഞ്ഞു വിടുകയാണ്. നോഹ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പേടകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും അദ്ദേഹം തന്നെ കൃഷി ചെയ്തെടുത്ത മുന്തിരിയുടെ ഫലമായ വീഞ്ഞ് കുടിച്ച് ഉന്മത്തനാവുകയും പാപം ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ബാബേലിൽ സംഭവിച്ചത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അവർക്കൊന്നും അവിടെ നിർമ്മിക്കാൻ പറ്റാതെ വരികയാണ്. ആ 11 അധ്യായങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങൾ, പരിമിതികൾ ഒക്കെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ കുടുംബ സിനഡിൻ്റെ വർഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഷിക ധ്യാനം നടത്തുമ്പോൾ നമ്മളിതുപോലുള്ള പ്രീച്ചിങ്ങിൽ ദൈവവചന ശ്രോതാക്കളായിട്ട് നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഈ തിരുത്തലുകൾ, ഇവർക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം നമുക്ക് പറുദീസായിലേക്ക് കടക്കാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ സഹോദരനെ ജീവനെ പോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. നമ്മളൊരു ആത്മീയ സംരക്ഷണമാകുന്ന പേടകത്തിൽ നമ്മളായിരിക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് തുറവിയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പഠിക്കണം. ദൈവവചനം കേൾക്കുന്നത് വഴി നമുക്ക് നിർമ്മിക്കാൻ, ഞാനാകുന്ന വീട് ഈശോയാകുന്ന അടിത്തറയിൽ ആണോ പണിയുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കണം. അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ധാരാളം പേര് ഈ സന്ധിയിലും ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട വികാരിച്ചനെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്ന ഭജപാലന ശുശ്രൂഷയിലൂടെ നിങ്ങൾ വളർന്ന് വലുതായി ആധ്യാത്മിക ലോകത്ത് നല്ല സംതൃപ്തിയോടെ വ്യാപരിക്കുന്നതായിട്ട് അറിയാൻ എനിക്ക് ഇവിടെ വരുന്നുണ്ട്. പലപ്പോഴും അതിലെനിക്കും സന്തോഷമുണ്ട്. ഇവിടെ നിങ്ങളോട് പ്രസംഗിക്കാനും ദൈവവചനം വ്യാഖ്യാനിക്കാനും വന്നിട്ടുള്ളവരെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും അൽഫോൻസാമിയുടെ മധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.